ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ആഗസ്റ്റ് മാസഫലം മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആഗസ്റ്റ് മാസത്തിൽ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ ആഗസ്റ്റ് 2-ന് 3-ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. സൂര്യൻ ആഗസ്റ്റ് 17-ന് 5-ലേക്ക് മാറുന്നു. ബുധൻ ആഗസ്റ്റ് 5-ന് 4-ലേക്കും ആഗസ്റ്റ് 22-ന് 5-ലേക്കും രാശി മാറുന്നു. ഗുരു 4-ല് ഉച്ചസ്ഥിതനായി തുടരുന്നു. ശുക്രൻ ആഗസ്റ്റ് 1-ന് 6-ലേക്ക് നീചരാശിയിലേക്ക് രാശി മാറുന്നു. ശനി 12-ല് വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 11-ലും കേതു 5-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ ശുക്രൻ, കുജൻ, ബുധൻ, സൂര്യൻ ഈ 4 ഗ്രഹങ്ങൾക്കാണ് രാശിമാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഗ്രഹ ഗോചരസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ചൊവ്വ 3-ൽ നിൽക്കുന്നത് പൊതുവേ നമുക്ക് പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകുന്നതിന് സഹായകമാകും. അതേസമയം ആഹാരത്തിൽ കെയർ വേണം. സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യതയുണ്ട്. അതുപോലെ ചൊവ്വ അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. 3-ലേക്ക് രാശി മാറുന്നു. ഇപ്പോൾ ചിലർക്ക് ENT റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർ അതിൽ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഫേഷ്യൽ ഈ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഈ കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരും വളരെ ശ്രദ്ധിക്കണം. 7 ശനി സമയമാണ് എങ്കിലും ആ ശനി 12-ല് വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് എന്തെങ്കിലും മാരകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്ന് ആശ്വാസം കിട്ടുന്ന സമയമാണ്. മാത്രമല്ല ഗുരുദൃഷ്ടി 8-ലും 12-ലും ഒക്കെ ഉള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സഡനായിട്ടുള്ള റിക്കവറിക്കും സാധ്യത കാണുന്നുണ്ട്. പൊതുവെ നമുക്ക് ഒരു ഒറ്റപ്പെടൽ ഒരു ഫീലിംഗ് ചിലപ്പോൾ ചിലർക്ക് ഉണ്ടായെന്ന് വരാം. ചിലർക്ക് ഉറക്കക്കുറവിനും ചിലപ്പോൾ ബോഡി റിലേറ്റഡ് ആയിട്ട് പാദസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പെയിനിനുമൊക്കെ സാധ്യതയുണ്ട്. അതേസമയം ശുക്രൻ നീചരാശിയിലായതുകൊണ്ട് ഈ നമ്മുടെ ജീവിത പങ്കാളിയുടെയൊക്കെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ വേണം. ഇനി തൊഴിൽ സ്ഥിതി. ഇപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ 3-ൽ സ്ഥിതി വരുന്നത് വളരെ ഗുണം ചെയ്യും. അത് 10-ല് ഗുരു, അതുപോലെ സൂര്യൻ, ചൊവ്വ, ബുധൻ ഈ 4 ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുന്ന മാസമാണ്. ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രബിൾസ്, ടെൻഷൻ, അലച്ചിൽ, തൊഴിൽ ഭയം ഇവയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവയ്ക്കൊക്കെ ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ വർക്കിലൊക്കെ ഫോക്കസ് കൂടും. തൊഴിലിൽ ഉയർച്ച, ഉയർന്ന പദവി, അധികാരം ഇവയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പൊതുവെ പ്രവർത്തന മേഖലയിൽ ലീഡർഷിപ്പ് തലത്തിലൊക്കെ എത്താൻ സാധ്യതയുണ്ട്. കർമ്മമേഖലയിൽ ധീരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നത് പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതിക്ക് കാരണമാകും. അതുപോലെ ഈ പോലീസ്, ഡിഫൻസ്, മെഡിക്കൽ ഫീൽഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ് ഇവകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള സമയമായിരിക്കും. ചിലർക്ക് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകൾ വേണ്ടി വരും. അതേസമയം തൊഴിലിടത്ത് ഈ പ്രത്യേകിച്ച് 6-ലൊക്കെ ആ ശുക്രൻ നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് സ്ത്രീ സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണം. അവർ മുഖാന്തരം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് ചിലപ്പോൾ ഈ തൊഴിലിടത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം രവി, കുജൻ, ബുധൻ, ഗുരുവൊക്കെ 10-ല് ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് പൊതുവെ നമുക്ക് തൊഴിൽ ഗുണം അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയമാണ്.
അത് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ അവർക്ക് തിളങ്ങാനാകും. തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് നിലവിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ഈശ്വരചിന്തയൊക്കെ കൂടുന്നത് ഭാഗ്യ തടസ്സങ്ങൾ മാറുന്നതിന് സഹായകമാകും എന്ന് മനസ്സിലാക്കുക. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരകൻ ബുധൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ബിസിനസ് സംബന്ധമായിട്ട് കറക്റ്റ് തീരുമാനങ്ങളൊക്കെ എടുക്കാനാകും. ബുധൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ ചൊവ്വയും സൂര്യനും ബുധനും ഗുരുവും ഒക്കെ തന്നെ ആ 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ കരിയർ തലത്തിലും പ്രൊഫഷണൽ തലത്തിൽ അതുപോലെ ബിസിനസ് തലത്തിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. 7ാം ഭാവാധിപനായ ശുക്രൻ നീചസ്ഥിതനാകയാൽ നമ്മൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചെറിയ ഒരു കെയറൊക്കെ വേണം. പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ ടെൻഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരു കെയർ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 3, 4 അതുപോലെ 5 രാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ ജന്മലഗ്ന രാശിയാധിപൻ ചൊവ്വ 3 നിൽക്കുന്ന സമയമാണ്. 5ാം ഭാവാധിപനായി സൂര്യൻ അവസാന പകുതി 5 സ്വക്ഷേത്രത്തിലേക്ക് വരുന്നു. പൊതുവെ പഠനത്തിൽ ഫോക്കസ് കൂടുന്ന സമയമാണ്. 9ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഉച്ചസ്ഥിതനായി നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഉന്നത പഠനത്തിലൊക്കെ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് പറയാം. വിദേശത്തൊക്കെ ഉന്നത പഠനം ഗവേഷണമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് വിഷയത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ സീനിയർ അധ്യാപകരുടെയൊക്കെ അഡ്വൈസ് പഠനത്തിൽ അവരുടെ ഗൈഡൻസ് ഒക്കെ തന്നെ പഠനത്തിൽ നേട്ടങ്ങൾക്ക് സഹായകമാകും. പരീക്ഷകളിൽ നല്ല പെർഫോമൻസ് സാധ്യമാകുന്ന സമയമാണ്. അവസാനത്തെ പകുതി പഠിതാക്കൾക്ക് ഗുണാനുഭവം കൂടാൻ സാധ്യതയുണ്ട്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ ഈ 11ാം ഭാവാധിപനായിട്ടുള്ള ശനി 12 വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അത് പൊതുവെ നമുക്ക് ധനച്ചെലവ് കുറയുന്നതിനും ധനസ്ഥിതി ചെയ്യുന്നതിനും സഹായകമാകും. 11 രാഹു ധനവരവ് കൂട്ടുന്നതിന് സഹായകമാകും. അതുപോലെ അതേസമയം 2 വക്രശനിയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ്. അതുപോലെ 2ാം ഭാവാധിപനായ ശുക്രന് 6 നീചസ്ഥിതനാണ് എന്നുള്ളത് കൊണ്ട് നമ്മളെ കുടുംബകാര്യത്തിൽ ഒക്കെ തന്നെ അതുപോലെ ധനം വിനിയോഗിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. കടബാധ്യത കൂടാതെ നോക്കണം. അതുപോലെ ഈ 12ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 4 ഉച്ചസ്ഥിതനായതുകൊണ്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് കൂടാനും സാധ്യതയുണ്ട്. ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് സോഴ്സിൽ നിന്ന് ധനനേട്ടത്തിനും സാധ്യത കാണുന്നു. ഇനി വിവാഹം, ദാമ്പത്യം എന്നും കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. വിവാഹത്തെപ്പറ്റി പറയുമ്പോൾ 7ാം ഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ ഇപ്പോൾ 6 നീചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. ശനിയുടെയും ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി 7ാം ഭാവാധിപനായ ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജീവിത പങ്കാളി, വിവാഹ ആലോചനകൾ വന്നാലും ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു ജാഗ്രത വേണ്ടുന്ന സമയമാണ്. അതുപോലെ ചതി, വഞ്ചന ഇവയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം സുഖക്കുറവ് ചിലപ്പോൾ അവർക്ക് അനുഭവപ്പെടാം. ഒരു സംതൃപ്തിയില്ലായ്മ, ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശുക്രനും വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രനും 6 പ്രണയകാരകനാണ് ശുക്രൻ. ആ ശുക്രനും 6 നിൽക്കുന്നു. അപ്പോൾ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ വളരെ കെയർ വേണ്ടുന്ന സമയമാണ്. ദാമ്പത്യ ബന്ധം പൊതുവെ സന്തോഷകരമാകണമെന്നില്ല. കാരണം 7ാം ഭാവാധിപൻ 6 നീചസ്ഥിതനാണ്. മാത്രമല്ല ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരും. അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, അതുപോലെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിയമപ്രശ്നങ്ങൾ ഒക്കെ തന്നെ ചിലർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ദമ്പതിമാരുടെ ഭാഗത്ത് അല്പ സംയമനം ഒക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ്. അച്ചടക്കമാർന്ന സമീപനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദാമ്പത്യ ബന്ധത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് സാധ്യമാവൂ എന്നറിയുക. അതുപോലെ കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ ഈ 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 6 സഞ്ചരിക്കുന്നു. 6 നീചസ്ഥിതനാണ്. അതുപോലെ
ഈ 12ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 4-ല് ഉച്ചസ്ഥിതനായി നിൽക്കുകയാണ്. അപ്പോൾ 5 മുതൽ ബുധൻ എന്ന് പറയുന്നത് 3ഉം 6ഉം ഭാവാധിപനാണ്, 4-ൽ വരുന്നു. അപ്പോൾ കുടുംബ ചെലവ് കൂടുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. വീട് പുതുക്കുന്നതിനോ വീട് വാങ്ങുന്നതിനോ വസ്തു വാങ്ങുന്നതിനോ ഒക്കെ അനുകൂല സമയമാണ്. അതുവഴിയൊക്കെ കുടുംബ പരിസ്ഥിതികൾ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ചിലപ്പോൾ കുടുംബത്തിലെ മറ്റ് മംഗളകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെലവ് കൂടാനും സാധ്യത കാണുന്നു. ആഗസ്റ്റ് 3, 4, 16, 17, 20, 21, 30, 31 ഈ തീയതികൾ അത്ര അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്. പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ദിവസങ്ങളിൽ അത് തുടങ്ങാതിരിക്കുക. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നിന്നാണ് മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു പൊതുഫലമാണ് പറഞ്ഞത്. ഇപ്പോൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് മേടലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫലം അവരുടെ ആ കൂറിൻ്റെ ഫലത്തെ സ്വാധീനിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പം അതേസമയം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലർക്ക് മാത്രമേ മേടലഗ്നം വരികയുള്ളൂ, മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശികൾ വരാം. അപ്പോൾ മറ്റു ലഗ്നരാശികളാണ് മേടക്കൂറുകാർക്ക് വന്നിട്ടുള്ളതെങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ആഗസ്റ്റ് മാസത്തെ പുതുഫലത്തിൻ്റെ ആ കൂറിൻ്റെ ഫലവും ആ ലഗ്നഫലവും കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോഴേ അവർക്ക് ആ ഗോചരഫലം കൃത്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല ഈ ഗോചരഫലത്തെ അവർക്ക് ഇപ്പം നടക്കുന്ന ദേശ അപകാരം ഛിദ്രം അതൊക്കെ സ്വാധീനിക്കും. അപ്പോൾ ഇവ നടക്കുന്ന ദേശയും അപകാരവും ഛിദ്രമൊക്കെ ജാതകത്തിൽ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണാനുഭവം കൂടും. മറിച്ചായാൽ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജാതക ചിന്തയിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.